ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൂമ്പ് കട്ട്ലറ്റാണ്. അത് ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പം ഇതുപോലത്തെ ഒരു പോട്ട്, ഇങ്ങനത്തെ ഒരു സാധനമില്ല, അതിനകത്തൊരു സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടത് അതിനകത്തൊരു നല്ലതായിട്ട് കൊടുത്തു, എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്നിട്ട് നിങ്ങളുടെ അളവിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൂമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂമ്പ് അരിച്ച് വെച്ച് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. സ്റ്റിർ ചെയ്യുന്നത് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഗരം മസാല അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നിങ്ങളുടെ അളവിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലിഡ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ബോയിൽഡ് പൊട്ടറ്റോസ് എടുത്തിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് സ്മാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇതുപോലെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയല്ലോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കുക നിങ്ങളുടെ വേണ്ട സൈസിൽ. പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലോട്ട് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ട് അത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ അതെടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ ബാറ്റർ പോലുണ്ടല്ലോ അതിനകത്തോട്ട് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മീൻസ് അതിൻ്റെ മണ്ടയ്ക്കോട്ടും വെച്ചിട്ട് നല്ലോണം കവറാക്കിയിട്ട് ഇതുപോലെ അത് ആ എണ്ണയിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ നല്ലോണം അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്നിട്ട് നമ്മുടെ റെഡിയാകും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.